ഒരു വിധത്തിൽ ഈ പരീക്ഷ എഴുതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പറയാണ് നിങ്ങൾ ഈ എഴുതിയ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു, അടുത്ത ചോദ്യപേപ്പറുമായിട്ട് ഇനി വീണ്ടും എഴുതണമെന്ന്. 22 ലക്ഷം മനുഷ്യർ, കുട്ടികൾ, അവരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന പ്രഷർ അറിയാമോ? നാട്ടുകാരുടെ പ്രഷർ, വീട്ടുകാരുടെ പ്രഷർ, അവരുടെ വീട്ടിൽ ചിലവാക്കുന്ന പൈസയുടെ പ്രഷർ, ഇത് മുഴുവൻ അനുഭവിച്ചു. കോച്ചിങ് സെൻറ്ററിൽ നടക്കുന്ന പ്രഷർ, അവിടെ കൊടുത്തിട്ടുള്ള ഫീസ്, ഇതെല്ലാം അനുഭവിച്ച് ഇവർ വന്ന് ഒരു വിധത്തിൽ ഈ പരീക്ഷ എഴുതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പറയാണ് നിങ്ങൾ ഈ എഴുതിയ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു, അടുത്ത ചോദ്യപേപ്പറുമായിട്ട് ഇനി വീണ്ടും എഴുതണമെന്ന്. അപ്പോൾ 22 ലക്ഷം മനുഷ്യർക്ക് ഇപ്പോൾ ഈ പറയുന്ന രാജൻ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഏകീകൃത പരീക്ഷയായ നീറ്റ് ഉണ്ടാക്കുന്ന ഗുരുതരമായ മാനസിക സംഘർഷത്തെക്കുറിച്ചാണ്. അത് പരിഹരിക്കാൻ ഈ പരീക്ഷ എന്ത് ചെയ്യണം, വികേന്ദ്രീകരിക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേത്, നേരത്തെ സാറ് പറഞ്ഞ വളരെ മൗലികമായ പ്രശ്നം, നീറ്റ് എന്ന് പറയുന്ന പരീക്ഷാ സമ്പ്രദായം തന്നെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വാശയത്തിനെതിരായിട്ടുള്ള ഒന്നാണ്. കാരണം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ മേഖലയിൽ പെട്ട ആളുകൾക്കും ഇതിനകത്ത് പ്രോപ്പറായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നമുള്ള അങ്ങേയറ്റം അബദ്ധം പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ നീറ്റ് അംഗീകരിക്കില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞത്. ആ പ്രശ്നം അവിടെ നിൽക്കി തന്നെ ഇത്രയും പേരെ കൊണ്ട് ഈ സമ്മർദ്ദത്തിൽ നിർത്തി മുൾമുനയിൽ നിർത്തി പരീക്ഷ എഴുതിച്ചിട്ട് ചുമ്മാ ഒരൊറ്റ ഉത്തരവിൻ്റെ പ്രകാരം ഇതും കൊണ്ട് നിർത്തുകയാണ്, എന്നിട്ട് വീണ്ടും എഴുതാൻ പറയുകയാണ്. അപ്പോൾ ഗുരുതരമായ കുറ്റം. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെങ്കിൽ ശരിയാണെങ്കിൽ 89-ലധികം പരീക്ഷാ പേപ്പർ ചോർച്ചയോ അല്ലെങ്കിൽ ആരോപണങ്ങളോ നേരിടപ്പെട്ടു ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിലേക്ക്. സർക്കാരിന് വല്ല തരത്തിലുള്ള ഉത്തരവാദിത്വവും മറുപടിയും പറയേണ്ടി വരുന്നുണ്ടോ? വേറെ വല്ല ഭരണകൂടങ്ങളുമാണ് ഇവിടുത്തെ മീഡിയ ഒക്കെ കൂടി എന്തൊക്കെ കാണിച്ചേനെ? അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് ഇപ്പോഴും പ്രിവിലേജ് നിൽക്കുകയാണ്. ഇപ്പോഴും ഈ സർക്കാരിൻ്റെ ഭാഗമായ സംഘപരിവാർക്കാർ പറയുന്നത് കണ്ടോ, ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ സർക്കാർ പരീക്ഷ എന്ന് പറഞ്ഞത് റദ്ദാക്കി, എന്നിട്ട് അടുത്ത പരീക്ഷയിലേക്ക് പോകണം. ഇതാണ് സിസ്റ്റം. ഇതല്ല സിസ്റ്റം, ഇത് പൊളിഞ്ഞ സിസ്റ്റമാണ്. എല്ലാ തവണയും പരീക്ഷ റദ്ദാക്കുന്ന ആ ഒരു മികച്ച സിസ്റ്റമാണോ? അല്ല. ആളുകളുടെ മൊത്തം അവരുടെ ഒരു മെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്ന പരിപാടി. അപ്പോൾ കംപ്ലീറ്റ് ഈ മേഖല തകരാറിലായിരിക്കുന്നു. ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നന്നാക്കുക, അത് പരിഷ്കരിക്കുക, അത് ആധുനികമാക്കുക. അത് ആധുനികമാക്കുമ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കുക, എല്ലാ മേഖലകളെയും കേൾക്കുക, അതിൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ, അതൊന്നും അവരുടെ ഏരിയ അല്ല.